എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ ഡിസിയുടെ ലെജൻഡ്സ് ഓഫ് ടുമാറോയുടെ സീസൺ 1 മുതൽ സീസൺ 5 വരെ ഒരു സ്പോയിലർ ഫ്രീ റിവ്യൂ ആണ്. സോ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. സോ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കാനുള്ള സാധ്യതയാണ്. കാരണം എന്ന് പറയുന്നത് ഇതൊരു DC TV സീരീസ് ആണെന്നുള്ളൊരു കാര്യം. DCയുടെ ഷോ തന്നെയാണ്, അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് മോർ ലൈക്ക് ഒരു DCയുടെ ഷോയിനേക്കാളും കൂടുതൽ ഒരു ടൈം ട്രാവൽ ഷോ എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ടൈം ട്രാവലും അതുപോലത്തെ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിനെ മീറ്റ് ചെയ്യുന്നതും ഹിസ്റ്ററിയിൽ സംഭവിച്ചേക്കുന്ന ഇവന്റ്സിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ണി എന്റർടൈൻമെന്റ് ഷോ എന്ന് എനിക്ക് DC ലെജൻഡ്സ് ഓഫ് ടുമാറോ എനിക്ക് പറയാൻ പറ്റും. കാരണം മോർ ലൈക്ക് എന്താ പറയേണ്ടത്, ഒരു ഭയങ്കര ഹിസ്റ്ററി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ആ ഒരു സീരിയസ് അല്ല, ഇത് കുറെ കൂടി ഒരു ലൈറ്റ് ടോൺ ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ കഴിയും അതെല്ലാം നമുക്ക് ലെജൻഡ്സ് ഓഫ് ടുമാറോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസിന്റെ പ്ലോട്ടിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അഫ്കോഴ്സ് ഇതൊരു ആരോവേഴ്സ് ആയിട്ടുള്ള ഒരു ഷോ തന്നെയാണ്. കാരണം CWയുടെ ഷോ ആണ്, കുറെ ക്രോസ് ഓവേഴ്സ് ഒക്കെ വന്നേക്കുന്നത് നിങ്ങൾക്ക് എന്താണെങ്കിലും കാണാൻ കഴിയും. സോ ബേസിക്കലി എന്താണ് ഒരു കോർ എലമെന്റ് ഈ ഒരു ഷോയിന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നത്, ഈ കുറെ CWയുടെ അതായത് ആരോവേഴ്സിലുണ്ടായിരുന്ന കുറെ ക്യാരക്ടേഴ്സ് കൂടി ജോയിൻ ചെയ്തിട്ട് അവരൊരു ടീം ഉണ്ടാക്കുന്നു. അവർ ഈ ഒരു വേവ് റൈഡറിൽ കയറുന്നു, പല ടൈം ലൈനിലേക്ക് പോകുന്നു, അതായത് ഹിസ്റ്ററിയിലേക്ക് പോകുന്നു, പാസ്റ്റിലേക്ക് പോകുന്നു, അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് പോകുന്നു. ഇതെല്ലാം തന്നെയാണ് നമുക്ക് ആക്ച്വലി കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഒരു ടൈം ട്രാവൽ അഡ്വഞ്ചർ പ്ലസ് സൂപ്പർ ഹീറോ ഷോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോ തന്നെയാണ് DC ലെജൻഡ്സ് ഓഫ് ടുമാറോ. സോ ഇത് തന്നെയാണ് ഈ ഒരു ഷോയിലെ ബാക്കിയുള്ള CW സീരീസ് ആയിട്ടുള്ള ആരോ ആണെങ്കിലും ഫ്ലാഷ് ആണെങ്കിലും സൂപ്പർ ഗേൾ ആയിട്ടാണെങ്കിലും വ്യത്യാസപ്പെടുത്തുന്ന വലിയൊരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൂടുതലും നമ്മൾ CW ഷോ നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന വേറൊരു ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്ത് നമ്മുടെ ടൈം കളയുന്നതാണ് നമുക്ക് ഭൂരിഭാഗം എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. പക്ഷെ ഈ ഒരു സീരീസ് ഓരോ എപ്പിസോഡ് ആണെങ്കിൽ അവർ ഓരോ സ്ഥലത്തേക്ക് ടൈം ട്രാവൽ ചെയ്ത് പോകുന്നു, ഓരോ ക്രൈസിസ് ആയിട്ട് വരുന്നു. ആ ഒരു വലിയൊരു കാര്യം ഈ ഒരു സീരീസിനെ വളരെ നല്ല രീതിയിൽ തന്നെ അഡ്വാൻറ്റേജ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് ത്രൂ ഔട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. സോ മൊത്തം 5 സീസണാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സീസൺ 1 എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ സീസൺ 1 ഈസ് ഓക്കെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഏറ്റവും നല്ല സീസൺ എന്താ ഇതുവരെ 5 സീസണിൽ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ് സീസൺ 2. കാരണം സീസൺ 2 എന്തൊക്കെയായിരുന്നു മിസ്റ്റേക്ക് അതെല്ലാം ഫിക്സ് ചെയ്തിട്ടാണ് അവർ ആക്ച്വലി സീസൺ 2 ചെയ്തത്. കാരണം സീസൺ 2 നിന്നാണ് നമുക്ക് ആക്ച്വലി ലീജിയൻ ഓഫ് ഡോമിനെ വരെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെ. അതുകൊണ്ട് തന്നെ ഏതൊരു രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സീസൺ 2 ഭയങ്കര രീതിയിൽ തന്നെ പെർഫെക്ഷൻ. അത് മാത്രം ഞാൻ റേറ്റ് ചെയ്യുന്നത് ഒബ്വിയസ്ലി ഒരു 9 out of 10 തന്നെ ഞാൻ റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് കുറെ സീസൺസ് എന്താണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ആരോയും ഫ്ലാഷും വെച്ച് നോക്കുവാണെങ്കിൽ അഫ്കോഴ്സ് ഈ ഒരു ലെജൻഡ്സ് ഓഫ് ടുമാറോയുടെ ബാക്കിയുള്ള സീസൺസ് അത്ര താഴത്തേക്ക് പോയില്ല. കാരണം അവർ ഒരു എന്താ പറയുക ആ ഒരു ഇത് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഓരോ സീസൺസിലും നമുക്ക് ആക്ച്വലി കാണാൻ കഴിയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ചില സീസൺ ഒത്തിരി ബാഡ് എന്ന് പറയാൻ പറ്റിയ ഒരു സീസണും ഇല്ല. കാരണം എല്ലാ സീസൺസിനും അതിൻ്റെതായ രീതിയിലുള്ള മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അഫ്കോഴ്സ് ഈ ഒരു ഷോനെ പ്രത്യേകതാക്കുന്നത് ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. സോ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട ക്യാരക്ടേഴ്സ് ആണ് കാറ്റി ലോഡ്സ് ചെയ്യുന്ന സാറാ ലാൻസിന്റെ ക്യാരക്ടർ. കാരണം സാറാ ലാൻസിനെ നിങ്ങൾ ആക്ച്വലി ആരോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ആരാണ് സാറാ ലാൻസ് എന്നുള്ളൊരു കാര്യം. കാരണം ആ ഒരു സീരീസിൽ നിന്ന് നേരെ സാറ തിരിച്ചിങ്ങോട്ടേക്ക് വന്നത് ഈ ഒരു ലെജൻഡ്സ് ഓഫ് ടുമാറോ എന്ന് പറയുന്ന സീരീസ്. അതുകൊണ്ട് തന്നെ സാറയാണ് ഇവർ ആക്ച്വലി കൂടുതൽ മെയിൻ പ്രൊട്ടോണിസ്റ്റ് ആക്കാൻ ഈ ഒരു സീരീസ് ശ്രമിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് ആക്ച്വലി ഈ ഒരു സീസൺ വരെ കണ്ടപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം. പിന്നെ അഫ്കോഴ്സ് എനിക്ക് എടുത്തു പറയാൻ പറ്റും ബ്രാൻഡൻ റോത്തിന്റെ ആറ്റമിന്റെ ക്യാരക്ടർ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു സീരീസ് കാണാനുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഇഷ്ടപ്പെട്ട ഒരു സംഭവം സത്യം പറഞ്ഞാൽ ബ്രാൻഡൻ റോത്തിന്റെ ആറ്റം എന്ന് പറഞ്ഞ ക്യാരക്ടർ. കാരണം ഞാൻ കാറ്റി ലോഡ്സിന്റെ ആ ഒരു ക്യാരക്ടറിനെ മെയിൻ ഹീറോയിൻ ആയിട്ട് ഈ ഒരു ഷോയിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ബ്രാൻഡൻ റോത്തിനെ തന്നെയാണ് കണ്ടിട്ടുണ്ട്. പക്ഷേ സീസൺ 5 ബ്രാൻഡൻ റോത്ത് ഈ ഒരു ഷോയിൽ നിന്ന് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ബ്രാൻഡൻ റോത്തിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ആൻഡ് റീസെന്റ് നമുക്ക് കോൺസ്റ്റന്റൈനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പഴയ സീസൺസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മാർട്ടിൻ സ്റ്റെയിന്റെ ഫയർ സ്ട്രോമിനെ എല്ലാം നമ്മൾ ആക്ച്വലി കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ആക്ച്വലി ഇതിന്റെ കാസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് മാത്രമല്ല വേറെയും കുറെ കാസ്റ്റ് ഉണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ മിക്ക് ആണെങ്കിലും നെയ്റ്റ് ആണെങ്കിലും അമായ ആണെങ്കിലും സാറി ആണെങ്കിലും ഏവി ആണെങ്കിലും ഇതേപോലത്തെ ഒത്തിരി കാസ്റ്റ് നമുക്ക് ആക്ച്വലി ത്രൂ ഔട്ട് ഈ ഒരു സീസൺസിൽ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാസ്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ഒരു കാസ്റ്റ്. അതുപോലെ തന്നെ കോൺസ്റ്റന്റൈന്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മാറ്റ് റയൻ കോൺസ്റ്റന്റൈൻ ആയിട്ട് നമുക്ക് ആക്ച്വലി ഒരു സിംഗിൾ സീരീസ് വരെ CW തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ആക്ച്വലി ഒരു സീസൺ വരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും
മാറ്റ് റയാൻ ആക്ച്വലി കോൺസ്റ്റന്റൈന്റെ ക്യാരക്ടർ വളരെ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സീരീസിലാണെങ്കിൽ ലെജൻഡ്സ് ഓഫ് ടുമാറോയിലാണെങ്കിലും നിങ്ങൾ ആക്ച്വലി മറ്റേ ആനിമേഷൻ ഫിലിം ആയിട്ടുള്ള ജസ്റ്റിസ് ലീഗ് ഡാർക്ക് അപ്പോക്കലിപ്സ് വാർ എന്ന് പറഞ്ഞ ഫിലിമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തേയും കോൺസ്റ്റന്റൈന്റെ ക്യാരക്ടർ ചെയ്ത മറ്റാരുമല്ല മാറ്റ് റയാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഫേവറേറ്റ് കോൺസ്റ്റന്റൈൻ ആരാന്ന് വെച്ചാൽ അഫ്കോഴ്സ് എനിക്ക് പറയാൻ പറ്റും മാറ്റ് റയാന്റെ കോൺസ്റ്റന്റൈൻ തന്നെ. കാരണം എസ്പെഷ്യലി പുള്ളിക്കാരന്റെ സ്ലാങ് ഭയങ്കര കിടുവാണ്. ആ ഒരു കോൺസ്റ്റന്റൈന്റെ ആ ഒരു ഇംഗ്ലീഷ് സ്ലാങ് വേറെ ഒരാൾക്കും ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നില്ല. അത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആക്ച്വലി കിയാനാവോ റീസും കോൺസ്റ്റന്റൈന്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ കിയാനാവോ റീസിന്റെ കോൺസ്റ്റന്റൈന്റെ ക്യാരക്ടർ ടോട്ടലി ഒരു ഡിഫറെന്റ് എന്താ ഒരു എൽസ് വേൾഡ് സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഫേവറേറ്റ് കോൺസ്റ്റന്റൈൻ ഓഫ്കോഴ്സ് മാറ്റ് റയാൻ തന്നെയാണ്. സോ ഇതെല്ലാം കൊണ്ട് ഒരു കൺക്ലൂഷനിലേക്ക് പോയിക്കാൻ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ള ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു DC ഷോ എന്ന് വിചാരിച്ച് ഈ ഒരു ഷോയിനെ സത്യം പറഞ്ഞാൽ തള്ളിക്കളയാൻ നിൽക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞ ഒരു ടൈം ട്രാവലിംഗ് എന്റർടൈൻമെന്റ് ഫണ്ണി ഷോ കാണുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോ തന്നെയാണ് ലെജൻഡ്സ് ഓഫ് ടുമാറോ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനുണ്ട് ഹൈസും ലോസും എന്താണെങ്കിലും ഉണ്ട്. കാരണം ഇപ്പോഴും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് സീസൺ 2 തന്നെയാണ്. കാരണം അതിനകത്ത് റിവേഴ്സ് ഫ്ലാഷ് ആണെങ്കിലും ലീജിയൻ ഓഫ് ഡൂം ആ എൻഡിങ്, ഓ മൈ ഗോഡ്, ബ്ലാക്ക് ഫ്ലാഷിന്റെ ആ ഒരു എൻഡിങ് ഒക്കെ എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. കാരണം വൺ ഓഫ് ദ മെമ്മറബിൾ മൂമെന്റ് തന്നെയായിരുന്നു സീസൺ 2. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇതിന്റെ അത്ര എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ എന്നാലും ബാക്കിയുള്ള CW ഷോസിന്റെ അത്രയും തരം താന്ന് പോയിട്ടുണ്ടെന്നും എനിക്ക് തോന്നിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കൺക്ലൂഷൻ സ്കോർ എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 7 out of 10. ഇറ്റ്സ് എ സൂപ്പർ സീരീസ്. സീസൺ 1 to 5 അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ബ്രാൻഡൻ റോത്ത് പോയത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സാഡ് ആക്കുന്ന ഒരു മൊമെന്റ് ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ഇപ്പോഴും സാറ ലാൻസ് ഉണ്ട്, കോൺസ്റ്റന്റൈൻ ഉണ്ട്, പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ലെജൻഡ്സ് ഓഫ് ടുമാറോയെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ഈ ഒരു സീരീസ് കാണാറുണ്ടോ? നിങ്ങളുടെ ഈ സീരീസിന്റെ തോട്ട്സ് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുന്നതാണ്, ഇഷ്ടപ്പെട്ടില്ല ഒബ്വിയസ്ലി ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. പോഞ്ച്.